നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ, ഇത്തരം ഗ്യാസ് സിലിണ്ടർ നമ്മൾ റീഫില്ല് ചെയ്യുമ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ പോലും അറിയാതെ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടി ചേർത്താണ് ലഭിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കണം. 95% മുകളിൽ ആളുകൾക്കും ഇതിൻ്റെ ക്രമീകരണങ്ങളോ ഇതിൻ്റെ നടപടിക്രമങ്ങളോ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഈ ഗ്യാസ് സിലിണ്ടർ സംബന്ധിച്ച അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ, ഇതിൻ്റെ അവകാശങ്ങൾ നമുക്ക് നിരസിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏത് ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ പോലും പബ്ലിക് ലയബിലിറ്റി പോളിസി നിയമങ്ങൾ അനുസരിച്ച് 50 ലക്ഷത്തിൻ്റെ കവറേജാണ് ഓരോ ഗ്യാസ് സിലിണ്ടർ നമ്മൾ റീഫില്ല് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുക. നമ്മളുടെ പരിസരത്ത് തന്നെയുള്ള അംഗീകൃത ഗ്യാസ് ഏജൻസിയിൽ നിന്ന് തന്നെയായിരിക്കണം നമ്മൾ ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യേണ്ടത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ കണക്ട് ചെയ്യുന്ന റെഗുലേറ്റർ, അതോടൊപ്പം തന്നെ അതിൻ്റെ കണക്ഷൻ പൈപ്പുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവ് ഇത് ISI മുദ്രയുള്ളതായിരിക്കുകയും വേണം. എങ്കിലായിരിക്കും നമ്മളുടെ ഈ ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഷുറൻസിന് സാധ്യതയുള്ളത്. അതുമാത്രമല്ല, ഇൻഷുറൻസ് 50 ലക്ഷമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇവിടെ വിവിധ മേഖലകളായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ്. ഓരോ വിഭാഗത്തിനും നിശ്ചിത തുക വീതം റിലീസ് ചെയ്യുന്ന രീതിയിലാണ് ഈ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ പോകരുത്. പ്രത്യേകിച്ച് നമുക്ക് ഗ്യാസ് സിലിണ്ടർ അത് ലീക്കായിട്ടോ അല്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അഗ്നിബാധയോ മറ്റ് അപകടങ്ങളോ ഉണ്ടായി കഴിയുമ്പോൾ ഒരുപക്ഷെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപകട മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് 6 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ആശ്രിതർക്ക് സഹായമായിട്ട്, ധനസഹായമായിട്ട് ഇവിടെ അനുവദിക്കുന്നത്. അത് ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നും ആണ് തുക അനുവദിക്കുക. ഇനി അത് മാത്രമല്ല, നമുക്ക് അപകടം പറ്റിയെന്ന് വിചാരിക്കുക, തീപ്പൊള്ളലേൽക്കുകയോ മറ്റ് സാരമായ പരിക്കുകളുടെയോ നമ്മൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അടിയന്തര ചികിത്സയ്ക്കായിട്ട് അപ്പോൾ തന്നെ 25,000 രൂപയോളം റിലീസ് ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് പരമാവധി 25,000 രൂപയോളം റിലീസ് ചെയ്യാൻ സാധിക്കും. ഇനി തുടർ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായമായിട്ട് പരമാവധി 2 ലക്ഷം രൂപ ഒരാൾക്ക് എന്ന രീതിയിലായിരിക്കും റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. അത് പൊതുവായിട്ട് എല്ലാ ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഏത് ഗ്യാസ് ഏജൻസി ആണെങ്കിലും ഈ ഒരു തുകയിലൊക്കെ ആയിരിക്കും, ഈ ഒരു റേറ്റിൻ്റെ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിലും ഈ ഒരു നിരക്കൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് ആയിട്ട് ക്ലെയിം ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയോളം നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ തുക ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെയും പരമാവധി നമുക്ക് 2 ലക്ഷം രൂപയായിരിക്കും ഇത്തരത്തിൽ കഷ്ടനഷ്ടങ്ങൾക്ക് വേണ്ടിയും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇവിടെ ഫണ്ട് റിലീസ് ചെയ്യുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ലീക്കേജോ അല്ലെങ്കിൽ അതുമൂലമുള്ള അപകടങ്ങളോ, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഈ വിവരം പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിലും അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട പ്രഥമ കാര്യം. അത് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ലഭിക്കാൻ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോൾ അത് കാലാവധിയുള്ള ഗ്യാസ് സിലിണ്ടർ ആയിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഏജൻസികൾ അത് ശ്രദ്ധിച്ച് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലഹരണപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കാറില്ല. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഈ ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് പരാതി പോലീസിനെ ഏൽപ്പിക്കുന്നു. പോലീസ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. ആ ഡേറ്റകൾ വെച്ച് ഗ്യാസ് വിതരണ ഏജൻസികളോ അല്ലെങ്കിൽ കമ്പനികളോ നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് സർവേ നടത്തുന്നു. അതിനുശേഷം എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കിയാണ് നമുക്ക് ഈ ഫണ്ടൊക്കെ റിലീസ് ചെയ്യുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ സമയത്ത് നമ്മുടെ കൈകളിൽ നിന്നും കുറച്ച് തുക എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.